ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് പൊറോട്ട തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഒട്ടും പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണഗതിയിൽ എല്ലാവരും പൊറോട്ട തയ്യാറാക്കുന്നത് വീശി അടിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊക്കെയാണ്. പക്ഷേ ഇതിന് നല്ലപോലെ കുഴക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വീശി അടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നല്ലപോലെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊറോട്ട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. സാധാരണയായിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ആ മുട്ടയുടെ നനവിൽ ഈ മൈദപ്പൊടിയും പഞ്ചസാരയും പാടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് ഞാൻ വെള്ളത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയുപ്പാണെങ്കിൽ നിങ്ങൾക്ക് പൊടിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അപ്പോൾ അതിനേക്കാളും കുറച്ച് ലൂസിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. സാധാരണ പൊറോട്ട തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുപാട് നേരം കുഴച്ചെടുക്കലുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളം കുഴച്ചെടുക്കണം, എന്നാലേ നല്ലപോലെ സോഫ്റ്റായി വരുള്ളൂ. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. പാത്രത്തിലിട്ടിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളം മാത്രം ഇതിങ്ങനെ കുഴച്ചെടുത്താൽ മതി. നല്ല മെനക്കെട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചപ്പാത്തിക്ക് കുഴക്കണേക്കാളും കുറച്ച് ലൂസിലായി കിട്ടിയാൽ മതി. ഇപ്പോൾ അതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കൂടുതലായിട്ടൊന്നും കുഴച്ചെടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കുഴച്ച് വെച്ച മാവിന്ന് നമുക്കിനി ഓരോ ബോൾസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു മാവിനെ ഞാൻ 4 ബോൾസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 പീസാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം വലിയ ബോൾസാണ്. 5 എണ്ണം വരെയൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 എണ്ണം മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 4 ബോൾസാക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രമാണ്. മുകൾ വശം വട്ടം കുറഞ്ഞ പാത്രമാണ് എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസൊക്കെ ഇട്ട് കൊടുക്കാം. പരമാവധി നമ്മൾ ചെറിയ പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വലിയ പാത്രമാണെങ്കിൽ നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യം വരും. ചെറിയ പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ മതി. ഇനി ഇതിലേക്ക് എല്ലാം തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒട്ടിപ്പിടിക്കണ പേടിയൊന്നുമില്ല, ഓയിലായതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി അഥവാ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത് 4 എണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ബോൾസിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമുണ്ടെന്ന്. പക്ഷേ പിന്നീട് നമ്മളിത് പരത്തുമ്പോഴും അതുപോലെ തന്നെ ചുട്ടെടുക്കുമ്പോഴൊന്നും വേറെ ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓയിൽ ആവശ്യം വരും. അപ്പോൾ അതവിടെ ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 4 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. അപ്പോഴേ നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായി കിട്ടുള്ളൂ. കാരണം നമ്മൾ നല്ലപോലെ കുഴച്ചിട്ടില്ല. ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചിലരൊക്കെ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ. അപ്പോൾ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഒരു 3-4 മണിക്കൂർ നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് 4 മണിക്കൂർ കഴിഞ്ഞു. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെച്ചപ്പോൾ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല ബോൾസൊന്നും. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കൂടുതലായിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെല്ലെ മെല്ലെ പരത്തിയാൽ തന്നെ ഇതൊന്ന് ശരിയായി കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആയിക്കണമെന്നുള്ളത്. അപ്പോൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ വീശി അടിക്കലാണ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പോൾ അതാ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം, നമുക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചൊക്കെ വലുതാക്കിയിട്ടാണ് വരഞ്ഞെടുക്കുന്നത്. ഇതിലും ചെറുതായിട്ട് വരഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അപ്പോൾ കൂടുതലായിട്ട് ലെയർ കിട്ടും. ഇനി 2 കൈ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓയിലിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പരത്തിയപ്പോഴൊന്നും നമ്മൾ വേറെ ഓയിലൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ പരത്തുമ്പോഴൊക്കെ ഒരുപാട് ഓയിൽ ചേർക്കും. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഓയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ആ ഓയിൽ തന്നെ ഇതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഒരു സൈഡിൽ നിന്ന് ചുറ്റിയെടുക്കുക, അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഈ ഒരു ഭാഗത്ത് ചുറ്റെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബോൾസ് എടുത്തിട്ടും ഇതുപോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. നിങ്ങൾക്ക് പരത്തിയെടുക്കുമ്പോൾ എത്രത്തോളം തിന്നാക്കാൻ പറ്റും അത്രത്തോളം തിന്നാക്കുക. അപ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കൂടുതൽ ലെയറോട് കൂടിയിട്ട് കിട്ടും ചെയ്യും. നമ്മൾ നല്ലപോലെ പരത്തിയെടുക്കുമ്പോൾ ഇതുപോലെ കീറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ 4 ബോൾസും ഇതുപോലെ പരത്തി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതൊന്നൊരു ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പരത്തിയെടുക്കാൻ നമ്മൾ ചപ്പാത്തിക്കുഴലോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. നല്ല സോഫ്റ്റാണ്. കൈ വെച്ചിട്ട് തന്നെ മെല്ലെ മെല്ലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമ്മൾ ഒരു ഭാഗം പരത്തിയെടുക്കുമ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചുരുങ്ങി വരും. അത് കുഴപ്പമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ എല്ലാ ഭാഗവും പരത്തിയെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പൊറോട്ട ചുട്ടെടുക്കുന്നത് ദോശക്കല്ലിലാണ്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കാം. നല്ലപോലെ ചൂടാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗമായ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ചുട്ടെടുക്കാനും നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇതിനുണ്ട് ഓയിൽ, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതാ പൊറോട്ട ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ടയാണ്. ഇനി നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് ക്രിസ്പി ആയി പോകും. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഞാൻ 4 പൊറോട്ടയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ചൂടോടുകൂടെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് അടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് കാണാം, ചെറുതായിട്ടൊക്കെ കണ്ട ലെയർ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് തട്ടിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതാ ഇവിടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ലെയറോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള പൊറോട്ടയാണ്. നല്ല സോഫ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെയാണ് ഇത്. തീർച്ചയായും പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.